നേരെ അവൻ്റെ വീട്ടിലേക്ക് പോയി. കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോയി. അയാൾ DYSP ആണല്ലോ വാപ്പ. അവിടെ ചെന്ന് പറഞ്ഞു. അപ്പം അയാൾക്ക് ഭയങ്കര ദേഷ്യമായി. അപ്പം അയാൾ ഇവനെയും കൂട്ടിയിട്ട് നേരെ കോളേജിലേക്ക് വന്നു. കോളേജിലേക്ക് വന്നിട്ട് പ്രിൻസിപ്പൾ ജലീൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പം അവിടെ വന്നിട്ട് പ്രിൻസിപ്പളിനോട് തട്ടിക്കയറിയപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടൊന്നുമല്ലല്ലോ നിങ്ങൾ വന്നത്, നിങ്ങൾ വന്ന് അഡ്മിഷൻ എടുത്താണ്. സ്വാഭാവികമായിട്ട് റാഗിംഗ് ഒക്കെ കുറച്ചൊക്കെ ഉണ്ടാവും, അതെന്തെങ്കിലും അതിന് പരിഹരിക്കാമെന്നല്ല പറഞ്ഞപ്പോൾ ഇയാൾ ഭയങ്കര തട്ടിക്കയറിയിട്ട് ഈ കോളേജിൽ പഠിക്കുന്നില്ല, എൻ്റെ മോൻ TC വേണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ TC വാങ്ങിച്ചു. അവൻ സെക്കൻഡ് ഗ്രൂപ്പിൽ, അതായത് സയൻസ് ഗ്രൂപ്പിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ അവൻ്റെ TC വാങ്ങിച്ചപ്പോൾ അവിടെ ഒരു ഒഴിവ് വന്നു. അപ്പോൾ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വന്നിട്ട് ജോയിൻ ചെയ്തോളാം. അപ്പം അങ്ങനെ പ്രതിസന്ധികളിലൂടെ കടന്ന് പോകുന്നതാണ്. അപ്പോൾ ഡോക്ടറാണെന്നാണ് ആഗ്രഹം. അപ്പോൾ ഞങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പ് 2 ഗ്രൂപ്പാണ്. നെഹ്റു കോളേജിൽ സയൻസ് ഗ്രൂപ്പ് S1 S2 എന്ന് പറഞ്ഞിട്ട് 2 പ്രീ ഡിഗ്രിക്ക് 2 ബാച്ചാണ്. അപ്പം എൻ്റെ ബാച്ചിൽ എൻ്റെ ടീച്ചേഴ്സിനൊക്കെ അന്ന് മെഡിസിനൊക്കെ കിട്ടുന്നത് പ്രീ ഡിഗ്രിയുടെ മാർക്ക് വെച്ചിട്ടാണ്. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ പ്രീ ഡിഗ്രിയുടെ മാർക്ക് വെച്ചിട്ട് മെഡിസിന് കിട്ടാൻ നടക്കാതെ കിട്ടുമെന്ന് ടീച്ചേഴ്സ് പ്രതീക്ഷയിൽ ഒന്ന് ഞാനും ഒന്ന് വേറെ 2 കുട്ടികളുണ്ട്, ഞങ്ങൾ 3 പേര്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ സ്റ്റഡി ടൈമിൽ ഞാൻ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന മുട്ടപ്പറ്റി വന്ന് അപ്പോൾ അന്ന് നമുക്കൊരു ഇപ്പോൾ നാസർ വാടക കൊടുക്കുന്ന പീഡിയ, അത് ഒരു പഴയ പീഡിയ ഉണ്ടായിരുന്നു. ഒരു പഴയ പീഡിയയുടെ മേലെ 2 റൂമുണ്ട്. അപ്പോൾ ആ ഒരു റൂമിലാണ് ഞാൻ താമസിക്കുക. വന്നാൽ എൻ്റെ താമസം അവിടെയാണ്. അപ്പം അന്ന് അതിൻ്റെ അടുത്ത തൊട്ട റൂമിൽ മാഷന്മാർ താമസിക്കുകയാണ്, മുട്ടപ്പറ്റി LP സ്കൂളിലെ മാഷന്മാർ താമസിക്കുകയാണ്. അപ്പം അവർ റമ്മി കളിക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ എൻ്റെ ഈ സ്റ്റഡി ലീവിന് വന്നിട്ട് ഇവരുടെ കൂട്ടത്തിലായിപ്പോയി. അപ്പം എൻ്റെ പഠിത്തം എല്ലാം പോയി. അങ്ങനെ എൻ്റെ മാർക്കും പോയി, എൻ്റെ ഡോക്ടറാണല്ലോ അതോടെ തീർന്നു. പിന്നീട് ഇങ്ങനെ ഒരു പുതിയ കോഴ്സ് ഹോമിയോ കോളേജിൽ ഒരു പുതിയ ഹോമിയോ കോഴ്സ് തുടങ്ങി, അതിൽ അപ്ലൈ ചെയ്തു, അതിൽ കിട്ടിയിട്ട് അങ്ങനെയാണ് ആ വിദ്യാഭ്യാസം പോയതും. പിന്നീട് അവിടെ തന്നെ ജോലിയായി ഇപ്പോൾ റിട്ടയർ കൽപ്പറ്റയിൽ നിൽക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു സംഗതി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പൊ വിദ്യാഭ്യാസം എന്നതിന് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അത് മതത്തിൽ പോലും അങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളെ പരമാവധി പഠിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്.